എങ്ങോട്ടാ രാവിലെ തന്നെ ചട്ടിത്തുപ്പി വെച്ച്? നിന്റെ അമ്മൂമ്മേനെ രണ്ടാമത് കെട്ടിക്കാൻ. ഓ really? എന്നിട്ട് ഇച്ചായമാരെ കറിച്ചോ? പൊടി പൊടി, നിന്റെ പണി നോക്കി പോന്നി. അതെ, ഒന്നോടെ നിന്നേ. ഇന്നലെ നൈസായിട്ട് എന്നെ പെങ്ങളാക്കിയല്ലേ? ആക്കാനെന്തോന്നിരിക്കുന്ന, ഓൾറെഡി പെങ്ങളല്ലേ. പോത്തിന്റെ ചികില് വേദോതിട്ട് കാര്യമില്ലെന്ന് പറയും. സത്യോ? അല്ലെങ്കിൽ നീ എന്നേ നന്നായി പോകേണ്ടത്. ഇതിൽ കൂടുതൽ എനിക്ക് നന്നാവണമെന്നില്ല. അതിന് നീ എന്നാ നന്നായത്? അതൊന്നും എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പെങ്ങളുമാരെ നല്ല ചൂട് ചായ കയ്യിലിരിക്കുന്ന മുഖത്തെ കോരി വയ്ക്കും ഞാൻ. അല്ല പിന്നെ അങ്ങോട്ടൊരു പെങ്ങള്. നാട്ടിലങ്ങ് വേറെ പെണ്ണുങ്ങളില്ലാത്ത മാത്രമേ നിങ്ങൾക്ക് എന്നെ മാത്രമേ പെങ്ങളാക്കാൻ കിട്ടിയുള്ളൂ. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് പറയാൻ പറയാം. അല്ല, ഇഷ്ടമില്ലാത്തവരൊക്കെ പിടിച്ച് പെങ്ങളാക്കുന്നത് എന്തിനാ? എനിക്ക് സൗകര്യമില്ല. അല്ലേ, കേട്ട് നിൽക്കുന്നതിന് ഒരു പരിധിയില്ലേ? ശരി, നിന്റെ എന്റെ പെങ്ങളായിട്ട് ഞാൻ ഇനി കാണുന്നില്ല. ഇത്ര പെട്ടെന്ന് സമ്മതിച്ചോ? ആ, ഞാൻ നിന്നെ പെങ്ങളായിട്ട് കാണുന്നില്ല. നീ എന്റെ ആങ്ങളായിട്ട് കണ്ടാൽ മതി. നിങ്ങളെനിക്ക് കെട്ടേണ്ടതായിപ്പോയി. അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ട വലിച്ചറിഞ്ഞേ. പെണ്ണിന്റെ വായില മൊത്തം തൊപ്പന തെറച്ചെന്ന് തോന്നുന്നത്. അല്ല, ഇതിപ്പോ എന്തിന്റെ ഇമെയിലാ? ഇനി പുതിയ വല്ലതിന്റെ കാണോ? പക്ഷെ എൻ്റെ അടുത്ത് വേറെ ഫയലൊന്നും ഇല്ലല്ലോ. ജയ്, നീ നിന്റെ ലാബ് എടുത്ത് വേഗം ഇവാൻ സാറിന്റെ ഓഫീസിലേക്ക് ചെല്ല്. എന്തിന്? ആ, എനിക്കറിയത്തില്ല, നിന്നോട് വേഗം ചെല്ലാൻ പറഞ്ഞു. എന്നാ നീ വാ. ഞാനോ? എന്തിന്? അല്ല, ഒരു ധൈര്യത്തിന്. പിന്നെ ധൈര്യത്തിന്റെ കൂട്ടി ചെല്ലത് സ്കൂളും കോളേജിലും ആണല്ലോ. ഒന്ന് പോവണ്ടേ അവിടുന്ന്? അല്ലെങ്കിൽ എനിക്കൊരു പണി ഒന്ന് മനുഷ്യന് നടക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കുക. നീ ഒന്ന് സാധനം എടുത്ത് വേഗം ചെന്ന് 100 കൂട്ടം പണിയുണ്ട് എനിക്ക് ഇവിടെ തീർക്കാന്. പോ. ഇവിടെ പോയി കിടക്ക. വെറുതെ അല്ല, ഫോൺ തലേന്നിലാക്കി ഡെസ്കിൽ വെച്ച് പോയ പിന്നെ എന്റെ കർത്താവേ. അത് ശരി, നീ തരാ പോയില്ലേ? അതേ തരം നന്നായി. ഈ ഫയലും കൂടി അങ്ങോട്ട് എടുത്തേക്ക്. ഇതങ്ങോട്ട് കൊടുക്കാനുള്ളതാ. എനിക്കാണെങ്കിൽ ഇപ്പൊ അവിടെ വരെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ചെല്ലേ. You have to go, Jane. നോക്കി നിന്നാൽ ശരിയാവില്ല. Be strong, Jane. വീക്കായ അയാൾക്ക് മാത്രമേ ഗുണം ചെയ്യാം. നോർമലായിട്ട് ബോൾഡായിട്ടില്ലേ അയാളങ്ങനെ എടുത്ത്. അയ്യോ, ഇല്ലില്ല. നോ ജെയിൻ, നോ. സ്ട്രോങ് ആവണം, ബോൾഡ് ആവണം. അയാളെങ്ങനെ നിൻ്റെ അടുത്തേക്ക് വന്നാൽ ഒന്നും നോക്കണ്ട, ഇടിച്ചിട്ടേക്ക്. അല്ലെങ്കിലും അയാൾക്ക് നിൻ്റെ അടുത്തേക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു അധികാരമില്ല. ഡോണ്ട് വറി, ഒന്നും സംഭവിക്കില്ല. Strong. May I come in, sir? Come in. നിനക്ക് കുറച്ച് മുമ്പ് ഒരു മെയിൽ വന്നിട്ടുണ്ടോ? അതിലെ മാറ്റർ എൻ്റെ സിസ്റ്റത്തിൽ വേഗം ടൈപ്പ് ചെയ്യണം. ക്വിക്ക്. Jane, I said quick. കഴിഞ്ഞോ ജയൻ? ജയൻ കഴിഞ്ഞോന്ന്? എന്താ സർ? കഴിഞ്ഞോ? കഴിഞ്ഞു.
ഇത് നമ്മുടെ പുതിയ പ്രോജക്റ്റിൻ്റെ പ്രസൻറ്റേഷൻ ഫയൽസ് ആണ്. ഇതിലുള്ള ഡാറ്റ സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ ഓൺലൈൻ പ്രസൻറ്റേഷൻ്റെ ഓവറോൾ ഗ്രാഫ് മാറ്റണം. ആൻഡ് ഡോണ്ട് മേക്ക് എനി മിസ്റ്റേക്ക്. ഓക്കെ സാർ. ഇന്നലെ സ്വപ്നം കണ്ടതൊന്നുമല്ലല്ലോ. ഇന്നത്തെ അയാൾ ഇങ്ങനെ പേടിച്ചിട്ട് പോയിട്ടിപ്പോ എന്തത്? ഒരു സോറി പറയാൻ പോലെ എനിക്ക് തോന്നിയില്ലല്ലോ. ഡി, നീ എന്താ ഇവിടെ നിന്ന് ആലോചിക്കുന്നത്? അതൊന്നുമില്ല, ഞാൻ കുറച്ച് ഫയൽ വാങ്ങാൻ എടുക്കാൻ ഇമെയില്. എന്താടി കിളി മൊത്തം പോയോ? ഒന്നുമില്ലടാ. ശരി. അല്ല, നീ ഇന്ന് എപ്പോഴാ വീട്ടിലേക്ക് പോകുന്നേ? സാധാ പോകുന്ന പോലെ 5:30 കഴിഞ്ഞാറും. എന്തേ? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചാ. ഞാനെന്താ പറയാം, കുറച്ച് പണിയുണ്ട്. ഓക്കെ. നിനക്ക് കിട്ടിയ? നിനക്കുണ്ടോ? നമ്മളിപ്പോൾ ഓൺഗോയിങ് പ്രൊജക്റ്റിൽ എന്തൊക്കെയോ ആൾട്രേഷൻസ് ഉണ്ട് അത്ര. സോ പണി കൂടും. അതിൻ്റെ ബാക്കിയായിട്ടാ ലിയോ ഇന്നൊക്കെ നെട്ടോട്ട് ഓടുന്നത്. അത് മാത്രമോ, ഈ കെട്ട ഫയൽസ് ഉണ്ടോ അതിനിവിടെ ഇപ്പം തന്നു പോയിട്ടേ ഉള്ളൂ. ഇതൊക്കെ എപ്പം ചെയ്തു തീർക്കാനാണോ എന്തോ. റോഷനില്ലാത്തൊരു രസമില്ല. അവനെവിടെ പോയതോ? അവനിന്ന് സൈറ്റാടി, സൈറ്റ് വർക്കിലാണ്. ഇന്ന് ഞാൻ ഇവിടെയൊക്കെ കാണില്ല. എടാ ചേച്ചിയുടെ ഫ്ലൈറ്റ് എപ്പോഴാ? പൊളിച്ചക്കാ. പിന്നെ ഇന്ന് നീ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരണ്ട. ഞാനും ചേച്ചിയും കൂടെ നിൻ്റെ അടുത്തേക്ക് വരാം. ഞങ്ങൾ ഓഫീസ് ടൈം കഴിഞ്ഞ് അങ്ങോട്ട് വരാം. അവിടെ നിന്നാകുമ്പോൾ എയർപോർട്ടിലേക്ക് കുറച്ചല്ലേ ഉള്ളൂ. ഇന്നവിടെ നിൽക്കുകയും ചെയ്യാമല്ലോ. അതൊന്നും പറ്റില്ല. അതെന്തോ? എടീ, ചേച്ചി ആദ്യമായിട്ടല്ല എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അതിന് 2-3 ദിവസമായിട്ട് അവിടെ ഭക്ഷണ സാമാനമൊന്നും വായിച്ചിട്ടില്ലേ? 2-3 ദിവസമല്ലേ പുറത്തുനിന്ന് നിൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങിയില്ല. അപ്പം നിൻ്റെ കസിനോ? അവളെ ഡയറ്റില്ല. ബെസ്റ്റ്. ഗൈസ്, കുറച്ചുകൂടി ഉണ്ട്, ഇതുകൂടെ തീർക്കാം പ്ലീസ്. എന്തുവാടാ ഇത്? ഐ നോ യു ഗൈസ് ആർ ടയർഡ്, ബട്ട് ഐ എം ഹെൽപ്ലെസ്. ഇത് ചെയ്ത് തീർത്തേ പറ്റും. ചിലപ്പോൾ നിങ്ങൾ ഓവർ ടൈം ചെയ്യേണ്ടി വരും. ഓവർ ടൈമോ? അപ്പം ഇന്നെപ്പോഴാ പോകാൻ പറ്റുക? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങളൊന്ന് ചുറ്റും നോക്കിയാൽ എല്ലാവരും ഒടുക്കത്ത ബിസിയാണ്. ഇത് പെട്ടെന്ന് വന്നൊരു ചേഞ്ചാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ പണിയെടുത്ത് തീർക്കുകയും വേണം. ഒരു എക്സ്ക്യൂസും ഇല്ല പ്ലീസ്. ഞാൻ പോവാണ്, എനിക്കിനി ഒരുപാട് പണിയെടുത്ത് തീർക്കാനുണ്ട്. സോ ബൈ. ഒന്നും ചെയ്യാനില്ല, ചെയ്ത് തീർക്കണം. കം ഓൺ ഫാസ്റ്റ്. ഇതെന്താ മോളെ ഒരു ബെല്ല്? അയ്യോ, ഓഫീസിന് തീ പിടിച്ചാ? ബോധമില്ലസ് പെണ്ണെ, അത് ഫയർ അലാം ഒന്നും അല്ല. ഇന്ന് എല്ലാവർക്കും ലഞ്ച് ബ്രേക്കിനുള്ള ടൈമാണ്. സാധാരണ എല്ലാവർക്കും സെയിം ടൈമല്ല ലഞ്ച്. ഇന്ന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ഓരോ ടൈമാണ് ബിക്കോസ് ഓഫ് ദ ഷെഡ്യൂൾ. അതുകൊണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ലഞ്ച് കഴിക്കാനാണെന്ന് പറഞ്ഞിട്ടുള്ള ബെല്ല് അടിച്ചതാ. ഹോ, എങ്ങനെയാ? കുറച്ചെങ്കിലും ബോധം എന്ന് പറഞ്ഞ സാധനം വേണമല്ലോ. ഒരു ബെല്ല് കേട്ടപ്പോൾ ഒരു തിരിച്ചറിയാതെ മോയത്.
ഞാൻ വന്നതുകൊണ്ടാണോ ഇത്ര പെട്ടെന്ന് എല്ലാവരും സൈലന്റ് ആയത്? ഏയ് അല്ല സർ, പിന്നെ അങ്ങനെ ചോദിച്ചൂടാ. ഇതെന്താ മനുഷ്യ? അല്ല, ഈ ലിസ്റ്റ് പുതിയ പ്രൊജക്റ്റാണോ? പുതിയതല്ലടാ, ഇപ്പോഴുള്ള പ്രൊജക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ആൾട്രേഷൻ അല്ലേ വന്നിട്ടുള്ളൂ. സോ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ചധികം പേപ്പർ വർക്ക്സ് ഉണ്ട്. അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 4 ടീമാക്കിയതാണ്. ലഞ്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ ടീം ഏതാണോ അവരുടെ കൂടെ ചെന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ. ഓ, അപ്പോൾ ഇത് 2 ദിവസം കൊണ്ട് കഴിയുമോ? അതൊന്നും വേണ്ട, ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം കഴിയും. സോ യു ഗൈസ് carry on. I'm leaving. എൻ്റെ പൊന്നു, അങ്ങനെ നൈറ്റോടി ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ല, നാക്കാനന്നെ തന്നില്ല. അല്ല, നിങ്ങളൊക്കെ ടീം ഏതാ? ഞാൻ സംസാറിൻ്റെ ടീമാ. ഞാൻ ലേമൻ്റെ ടീമാ. നീ ആരുടെ ടീമാ ജി? ഇവാൻ സർ. സോ ഗൈസ്, ഞാൻ ഇന്ന് രാവിലെ എല്ലാവർക്കും ഇൻക്ലൂഡിങ് ഇൻറ്റേൺ ചെയ്യാൻ വന്നവർക്ക് പോലും ഫയൽസ് തന്നിട്ടുണ്ടാവും. ആ ഫയൽസൊക്കെ നിങ്ങൾ ഈ ഒരു ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ആ ചെയ്ത ഫയൽസ് എല്ലാം എൻ്റെ ക്യാബിൽ നിങ്ങൾ എത്തിച്ചിരിക്കണം. ആൻഡ് അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്നത്തെ ടീം, നിങ്ങളുടെ ടീമിൽ നിന്ന് ഞാൻ 2 ടീമായിട്ട് ഫോം ചെയ്യാൻ പോവാണ്. അതിൽ ഇൻറ്റേണായിട്ട് ജെയിൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ലീഡിങ് ബാറ്റേഴ്സിനൊന്നും ഇൻറ്റേൺസിനെ ഇപ്പം നമുക്ക് ചേർക്കാൻ പറ്റില്ല. സോ ജെയിന് പകരം എൻ്റെ PA ഹരി ആയിരിക്കും നിങ്ങളുടെ കൂടെ അസിസ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് ജെയിൻ വിൽ ബി മൈ PA ഫോർ ദ കമ്മിങ് അവേഴ്സ്. നിങ്ങൾ വർക്ക് ചെയ്ത എല്ലാ ഫയൽസും ജെയിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. പിന്നെ ജെയിൻ, നീ എല്ലാ ഫയൽസും ഞാൻ പറയുന്നത് പോലെ വെരിഫൈ ചെയ്ത് എൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുകയാണ്. ആൻഡ് നീ എൻ്റെ ഇമെയിലേക്ക് ഇപ്പോൾ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ടാവും. ആ ലിസ്റ്റിൽ പറയുന്ന പോലെ ഇവരുടെ ടീം ഫോം ചെയ്യണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കം ടു മൈ ക്യാബിൻ. ലമച്ചായോ, 3 മണിയായി, നമുക്കിറങ്ങിയാലോ? അതാ പറഞ്ഞു. അല്ല, ജെയിൻ്റെ മീൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണ്ടേ? അവരുടെ കാര്യം ഇവാനും സാമച്ചാനും കൂടെ നോക്കിക്കോളും. നീ അവരോടത് പറഞ്ഞോ? ഇല്ലടാ, ഇന്ന് എന്തോ ഒരു ഭാഗ്യത്തിലാണ് ഇവാന് പ്രൊജക്റ്റിൽ ആൾട്രേഷൻ വരുത്താൻ തോന്നിയത്. അതുകൊണ്ട് നമുക്ക് പണി എളുപ്പമായി. അതുമാത്രമല്ല, ഇവിടെയുള്ളവർക്ക് പണി കൂടുതലായി, പ്രത്യേകിച്ച് സാമച്ചാൻ്റെ ടീമിലുള്ളവർക്ക്. നീ ആണെങ്കിൽ അങ്ങനെ ടീമിലാണ്. അങ്ങനെ ടീമിലുള്ളവർക്ക് കുറച്ച് കഴിഞ്ഞാൽ സൈറ്റിൽ പോകേണ്ട ആവശ്യമുണ്ടാവും. അവിടുത്തെ വർക്കൊക്കെ കഴിയുമ്പോഴേക്കും എന്തായാലും 6:30 കഴിയും. അത് കഴിഞ്ഞ് കമ്പനിയിലെ ബസ്സിൽ തന്നെയാണ് അവരുടെ വീട്ടിൽ കൊണ്ടാക്കുന്നത്. സോ ആ ഒരു സമയം മതി നമുക്ക്. ഓക്കെ, മീയൻ ഒഴിവാക്കി, പക്ഷെ അപ്പോഴും ജെയിൻ ഉണ്ടല്ലോ. അത് നീ അറിഞ്ഞില്ലേ? എന്ത്? അവൾ ഇന്നത്തെ ഒരു ദിവസം ഇവാൻ്റെ PA. PA? എടാ, നമ്മളുടെ ഈ പ്രൊജക്റ്റിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഇൻറ്റേൺസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ടീമിൽ ജെയിൻ മാത്രമാണ് ഇൻറ്റേൺ ആയിട്ടുള്ളത്. ജെയിൻ്റെ പകരം ഹരിയാണ് വെച്ചേക്കുക. സോ അവൻ്റെ PAയുടെ സ്ഥാനത്ത് ജെയിനും ഉള്ളത്. ജെയിൻ എന്തായാലും ഇവാൻ ഇവിടുന്ന് ഇറങ്ങാതെ അവൾക്ക് ഇറങ്ങാൻ പറ്റില്ല. സോ അവളുടെ കാര്യം അവൻ നോക്കിക്കോളും. അവൻ എന്തായാലും 7 മണി കഴിയാതെ ഇവിടുന്ന് ഇറങ്ങില്ല. ആ സമയം മതിയടാ നമുക്ക്. നീ വാടാ, എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കും. നീ നോക്കിക്കോ.
കമിൻ സർ. Yeah, come in. ഇനി എത്ര പ്രസന്റേഷൻ ഫയൽസ് കംപ്ലീറ്റ് ആക്കാനുണ്ട്? സാർ ഒരു 11 കൂടെ ഉണ്ട്. അവരതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വിത്തിൻ മിനിറ്റ്സ് കംപ്ലീറ്റ് ആക്കുമെന്ന് പറഞ്ഞത്. ഓക്കെ, നിന്റെ കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഫയൽസ് ഒക്കെ ഇവിടെ വെക്ക്. ആൻഡ് ഈ ഫയൽസ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്തേക്ക്. ജെയിൻ, നിന്റെ സീറ്റിൽ നിന്നല്ല ഈ ക്യാബിനിൽ നീ വർക്ക് ചെയ്യേണ്ടത്. യു ക്യാൻ യൂസ് ദാറ്റ് കൗച്ച്. ഇന്നൊരു ദിവസത്തേക്ക് ഇവിടുന്ന് ചെയ്താൽ മതി. പിന്നെ നിന്റെ ലാപ്പും അവിടെ ഉണ്ട്. കുറച്ച് മണിക്കൂറത്തെ കാര്യമുള്ളൂ. ആൻഡ് യു ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. എന്നോട് പിടിച്ചെടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണ്. Did you say anything? ഇല്ല സർ. Yeah, tell me James, did you reach there? Yes sir, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പം വീടിനകത്ത് തന്നെയാണ് ഉള്ളത്. Okay, keep an eye on her. പിന്നെ എല്ലാ സിംഗിൾ അപ്ഡേറ്റ്സും എന്നെ അറിയിച്ചുകൊണ്ടിരിക്കണം. Yes sir, but sir, ലേം സാറിൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഐ തിങ്ക് നമ്മുടെ 2 പേരുടെയും ടാർഗറ്റ് ഒന്നാണെന്ന് തോന്നുന്നു. അവളുടെ വീടിന് ചുറ്റും നമ്മൾ ആൾക്കാരുണ്ടാവണം. പിന്നെ ലേമിൻ്റെ ആളാണെന്നല്ല പറഞ്ഞു. ലേം എന്തായാലും കുറച്ച് കഴിഞ്ഞ് അവിടെ എത്തും. ബാക്കി നിങ്ങൾ ഒരുമിച്ച് ചെയ്താൽ മതി. ഓക്കെ സർ. സർ ഇതൊക്കെ വെരിഫൈ ചെയ്യണോ? വേണ്ട, ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. വാട്ട്? അത് സർ എപ്പോ പോവാൻ പറ്റാ? എങ്ങോട്ട്? വീട്ടിലോട്ട്. എന്തിന്? അല്ല, ഇന്നത്തെ ജോബ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാൻ. See Jane, you're my peer right now. ഞാൻ എപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത് അപ്പോഴേ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. Now go back to your work. What happened Jane? ടയർഡായോ? ജെയിൻ, സംസാരിക്കാൻ പോലും പറ്റാത്തത്ര വയതായോ? നോ സർ, എനിക്കൊന്ന് നേരത്തെ പോകണമെന്നുണ്ടായിരുന്നു. വൈ? എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് ഇന്ന് എന്ത് അത്യാവശ്യമായാലും അതൊന്നും നടക്കില്ല. ലിയോ, റെഡിയല്ലേ? ഹലോ ചേച്ചി, ഞാൻ പറഞ്ഞു ഹലോ ഹലോ ചേച്ചി. ഹലോ ചേച്ചി, എന്താ എന്താ? ഹലോ എന്താ ചെയ്യാൻ പറ്റിയത്? സർ പ്ലീസ്, എനിക്ക് എൻ്റെ ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. പ്ലീസ് സർ പ്ലീസ്, ഇപ്പം തന്നെ 7 മണി കഴിഞ്ഞാൽ എനിക്ക് പോകണം സർ. Calm down. ഞാൻ Come with me. I'll drop you. Come. The hell is happening with the James? അവൾ എങ്ങനെയാണ് ഫോൺ വിളിച്ചത്? ഐ എം റിയലി സോറി സർ. നമ്മൾ പ്ലാൻ അനുസരിച്ച് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പോയത്. പക്ഷേ ഏതൊരു സ്പോട്ടിൽ യുവാൻ നമ്മളെ കാണുമായിരുന്നു. സോ ഞങ്ങൾക്ക് പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ടി വന്നു. അതാ അവർക്ക് ഫോൺ വിളിക്കാനുള്ള ടൈം കിട്ടിയത്. വി ആർ റിയലി സോറി സർ. ആൻഡ് ലേം സാർ ഇവിടെ ഉണ്ട് സർ. Oh shit! Then where is he? ഇവാൻ ജസ്റ്റ് ഡോണ്ട് വറി. സുബാൻ ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. നീ സ്ട്രേറ്റ് ചെയ്ത് മാൻഷനിലേക്ക് വന്നാൽ മതി. ആൻഡ് എവറിത്തിങ് ഇസ് ഫൈൻ. Okay, I'm coming. ഇവാൻ, നിനക്ക് സത്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത് ഗാർഡ്സിനില്ല എനിക്ക് മനസ്സിലായി. സോ അതുകൊണ്ട് ഞാൻ പറയാം, ജെയിൻ ഒരിക്കലും ഇതൊന്നും അറിയാൻ പാടില്ല. ഇതൊരു കാര്യം കൂടെ, നമ്മൾ മാത്രമല്ല ജെയിൻ്റെ വീട് പറഞ്ഞിരിക്കുന്നത്, വേറൊരു ടീം കൂടി ഉണ്ട്. ആൻഡ് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അതിനെക്കുറിച്ച് നീ ആലോചിക്കേണ്ട ജെയിംസ്. I will take care of everything. Just come to mansion with her.
ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? ഇതെന്റെ വീട്ടിലേക്കുള്ള വഴിയല്ല. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? കാറ് നിർത്ത്. കാറ് നിർത്താൻ. കാറ് നിർത്താൻ. പ്ലീസ് കാറ് നിർത്ത്. എന്താടി പോലെ നീയൊക്കെ വിചാരിച്ച? നിന്റെ കൂടെയൊക്കെ ഒളിച്ച് താമസിച്ചാ ഞാൻ കണ്ടുപിടിക്കണം വിചാരിച്ചോ? അവിടെ ഓൾറെഡി എൻ്റെ കയ്യിലെത്തിക്കോയി. ഇനി നീയോടെ ഉള്ളു. എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ റിയലി സോറി സർ. പ്ലീസ് കാറൊന്ന് നിർത്ത്. എനിക്ക് പോകണം. ഇത്രയൊക്കെ അതിന് ശേഷം ഞാൻ നിന്നെ വെറുതെ വിടുന്ന എനിക്ക് തോന്നുന്നുണ്ട് ചെയ്യും. നീ വാ, നമുക്ക് ഒരുമിച്ചോ മാൻഷനിലോട്ട്. പ്ലീസ് ഞാൻ പോട്ടെ. എനിക്ക് പോകണം. No, 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 sir, please. No, no, no. ഇപ്പോൾ വീടെത്തുന്നവരെ നന്നായിട്ട് ഉറങ്ങും.